നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യ റഷ്യ ബന്ധം എപ്പോഴും ലോകം ഉറ്റുനോക്കുന്ന ഒന്നാണ്. ഇന്ത്യക്കായി റഷ്യയുടെ വാതിലുകൾ സദാ തുറന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 26% തീരുവ ഏർപ്പെടുത്തിയത് സാമ്പത്തികവും ഭൗമരാഷ്ട്രീയവുമായ കാര്യമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ട്രംപിൻ്റെ പരസ്പര താരിഫ് നയത്തിൻ്റെ ഭാഗമായ ഈ നീക്കം US ഉൽപ്പാദനങ്ങൾക്ക് ഇന്ത്യയുടെ ശരാശരി 52% താരിഫ് ഈടാക്കുന്നതിനെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഈ തീരുമാനം ഫാർമസ്യൂട്ടിക്കൽസ്, IT, തുണിത്തരങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിലുടനീളമുള്ള ഇന്ത്യൻ കയറ്റുമതിയെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിനുള്ള വഴികളും ഇത് തുറന്നിട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഉയർന്ന വില കാരണം US-ലെ ഡിമാൻഡ് കുറയുന്നതിന് ഇന്ത്യൻ കയറ്റുമതിക്കാർ തയ്യാറെടുക്കുകയാണ്. US ഡിമാൻഡിനെ വളരെയധികം ആശ്രയിക്കുന്ന സെമി കണ്ടക്ടറുകൾ പോലെയുള്ള മേഖലകൾ പ്രത്യേകിച്ച് ദുർബലമാണ്. US-ഇന്ത്യ വ്യാപാര കമ്മി $46 ബില്യൺ. ഈ താരിഫുകൾ ഈ അസന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കും എന്നതാണ് വിദഗ്ധർ പറയുന്നത്. നമുക്ക് ഇനി ഇന്ത്യ റഷ്യ സഹകരണത്തിനുള്ള അവസരങ്ങൾ എന്തൊക്കെ എന്നത് പരിശോധിക്കാം. ഉപരോധങ്ങൾക്കിടയിലും സാങ്കേതിക സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിൽ റഷ്യയ്ക്കുള്ള അനുഭവം ഇന്ത്യയുടെ താൽപ്പര്യം ആകർഷിച്ചു എന്നത് അടിവരയിടണം. ഇന്ത്യൻ ബിസിനസ്സുകൾ പരമാധികാര IT സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും സാങ്കേതിക വിദ്യകൾ സംയുക്തമായി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള സഹകരണങ്ങൾ പര്യവേഷണം ചെയ്യുന്നു എന്നതും മനസ്സിലാക്കണം. US-ഇന്ത്യ വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ റഷ്യ ഒരു പ്രധാന സഖ്യകക്ഷിയായി ഉയർന്നു വരുന്നതോടെ താരിഫുകൾ ഇന്ത്യയെ അതിൻ്റെ വ്യാപാര പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇന്ത്യക്കൊപ്പം ട്രംപ് ചൈനയിൽ 34%, യൂറോപ്യൻ യൂണിയനിൽ 20% താരിഫുകൾ ചുമത്തി. ഇത് വ്യാപാരത്തെ ആയുധമാക്കാനും പ്രധാന പങ്കാളികളുമായുള്ള US-ന്റെ വ്യാപാര കമ്മി കുറയ്ക്കാനുമുള്ള വിശാലമായ ശ്രമത്തിന്റെ സൂചനയാണ്. താരിഫുകളിൽ നിരാശരാണെങ്കിലും ചൈന പോലുള്ള പ്രാദേശിക എതിരാളികൾ കൂടുതൽ ഉയർന്ന ലെവികൾ നേരിടുന്നതിനാൽ സാധ്യതയുള്ള അവസരങ്ങൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ കാണുന്നു. ആഗോള വ്യാപാര സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ഈ സാഹചര്യം പ്രയോജനപ്പെടുത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ആഗോള നയതന്ത്രത്തിലെ ഏറ്റവും നിർണായകമായ ഉഭയകക്ഷി പങ്കാളിത്തമായി ഇന്ത്യ റഷ്യ ബന്ധം നിലകൊള്ളുന്നുണ്ട്. വെറും തന്ത്രപരമായ സഹകരണത്തിനപ്പുറം ഹൈടെക് പ്രതിരോധത്തിലും എണ്ണ വിതരണത്തിലും റഷ്യ ഇന്ത്യയുടെ ഏറ്റവും സഹാനുഭൂതിയുള്ള പങ്കാളിയായി തുടരുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിൽ കാലത്തിൻ്റെയും ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളുടെയും പരീക്ഷണത്തെ അതിജീവിച്ച സവിശേഷവും തന്ത്രപരവുമായ ബന്ധമുണ്ട്. ചരിത്രപരമായ ബന്ധങ്ങളുടെയും പരസ്പര വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശീതയുദ്ധകാലത്തെ ഇൻഡോ സോവിയറ്റ് സൗഹൃദത്തിൽ നിന്ന് പ്രതിരോധം, ഊർജം, വ്യാപാരം, സാങ്കേതികവിദ്യ, ഭൗമരാഷ്ട്രീയ സഹകരണം എന്നിവ ഉൾപ്പെടുന്ന ബഹുമുഖ ഇടപെടലിന് ഈ ബന്ധം പരിണമിച്ചു എന്നതാണ്. പ്രതിരോധം, ഊർജം, വ്യാപാരം, ബഹിരാകാശ പര്യവേഷണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ ഇന്ത്യയും റഷ്യയും സഹകരിക്കുന്നു. ഈ സഹകരണം അവരുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും പരസ്പര ഭൗമരാഷ്ട്രീയ സാമ്പത്തിക താൽപ്പര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിലും നിർണായകമാണ്. എന്തായാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി തന്നെ മുന്നോട്ട് പോകട്ടെ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.